ദുരന്തമുഖങ്ങളിൽ ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്ന അഗ്നിരക്ഷാസേനയ്ക്ക് കരുത്താകാൻ ഒരു കൊച്ചു റോബോട്ടിക് ഉപകരണവുമായി 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ. കാരശ്ശേരി നെല്ലിക്കാപ്പറമ്പ് ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് റെസ്ക്യൂ റോവർ എന്ന സവിശേഷമായ ഉപകരണം നിർമ്മിച്ച് ശ്രദ്ധേയരായിരിക്കുന്നത്. തങ്ങളുടെ കണ്ടുപിടുത്തം മുക്കം ഫയർ സ്റ്റേഷനിൽ എത്തിച്ച് സേനാംഗങ്ങൾക്ക് മുന്നിൽ കുട്ടികൾ വിജയകരമായി പ്രദർശിപ്പിക്കുകയും ചെയ്തു. രക്ഷാപ്രവർത്തനങ്ങൾക്കിടയിൽ അപകടങ്ങൾ വർദ്ധിക്കുകയും ഉദ്യോഗസ്ഥരുടെ ജീവൻ വരെ പൊലിയുകയും ചെയ്യുന്ന ദാരുണ സംഭവങ്ങൾക്ക് സ്ഥിരമായി സാക്ഷ്യം വഹിക്കാറുള്ള പശ്ചാത്തലത്തിലാണ് ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ ഇത്തരമൊരു ചിന്തയിലേക്ക് കടന്നത്. അധ്യാപകരുടെ പിന്തുണയോടെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ മന്ന ഹംസ, ഹാഷിഖ് ബിൻ ഹബീബ്, മുഹമ്മദ് തമീം, മുഹമ്മദ് സവൽ എന്നിവർ ഒരു വർഷത്തോളമായി നടത്തിയ പഠനങ്ങൾക്കും അധ്വാനത്തിനുമൊടുവിലാണ് ഈ റെസ്ക്യൂ റോവർ യാഥാർത്ഥ്യമാക്കിയത്. ക്യാമറ, വിവിധ തരം ഡിറ്റക്ടറുകൾ, റോബോട്ടിക് ആംസ് തുടങ്ങിയ അത്യാധുനിക സംവിധാനങ്ങൾ അടങ്ങിയതാണ് ഈ ഉപകരണം. അപകട മേഖലകളിൽ മനുഷ്യർക്ക് കടന്നു ചെല്ലാൻ സാധിക്കാത്ത വിടവുകളിലും തകർന്ന കെട്ടിടങ്ങൾക്കിടയിലും കടന്നുചെന്ന് വിവരങ്ങൾ ശേഖരിക്കാനും ജീവൻ രക്ഷാപ്രവർത്തനം സുഗമമാക്കാനും ഈ റോവറിന് കഴിയും. തങ്ങൾ വികസിപ്പിച്ച റോബോട്ടും വഹിച്ചാണ് കുട്ടികൾ ഇന്ന് മുക്കം ഫയർ സ്റ്റേഷനിലെത്തിയത്. ഉപകരണത്തിന്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് കാണിച്ചു കൊടുത്ത വിദ്യാർത്ഥികൾ ഇനി വരുത്തേണ്ട മാറ്റങ്ങളെയും അപ്ഡേഷനുകളെയും കുറിച്ച് ഉദ്യോഗസ്ഥരോട് ചോദിച്ചറിഞ്ഞു. വാർത്തകളിലും മറ്റും രക്ഷാപ്രവർത്തകർക്ക് തന്നെ അപകടം സംഭവിക്കുന്നത് കണ്ടപ്പോഴാണ് ഇങ്ങനെയൊരു ആശയം ഉദിച്ചതെന്നും ഒരു വർഷത്തെ അധ്വാനമുണ്ട് ഇതിനു പിന്നിലെന്നും ക്യാമറയും റോബോട്ടിക് ആംസും ഉപയോഗിച്ച് ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങൾ കൃത്യമായി കണ്ടെത്താൻ ഇതിന് കഴിയുമെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. പല മീഡിയകളിലും ഇതിലൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ പല ദുരന്തമൊക്കെ സംഭവിക്കുമ്പോൾ ഫയർ റെസ്ക്യൂസിൻ്റെ ടീംസ് അവർ ചില ആൾക്കാർ മരണം വീടുന്നുണ്ടായില്ല. അപ്പം അതിൽ നിന്നൊരു മനുഷ്യന്മാർക്ക് ഒരു അപകടം വരാത്ത രൂപത്തിൽ എങ്ങനെ റെസ്ക്യൂ ചെയ്യാന്നുള്ളൊരു രൂപത്തിലാണ് ഞങ്ങളൊരു തീരുമാനമിട്ട്. ഞങ്ങൾ 4 ആൾക്കാരുണ്ട്. അപ്പം ഞങ്ങൾ 4 ആൾക്കാരും തീരുമാനിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയത്. പിന്നെ ഇതിൽ ഇനി എന്തൊക്കെ ഇനി ഉൾപ്പെടുത്തേണ്ടത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. ഇതിൽ ക്യാമറ വരുന്നുണ്ട്, റോബോട്ടിക് ആം, തെർമൽ ക്യാമറ, ഗ്യാസ് സെൻസേഴ്സ്. പ്രവർത്തിക്കുന്നത് നമ്മളിപ്പം ലാപ്ടോപ്പ് വെച്ചിട്ടാണ് ചെയ്യണത്. ലാപ്ടോപ്പിലെല്ലാ ഇതിൻ്റെ ദൃശ്യങ്ങളും ഇതൊക്കെ ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും. കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നത്, ആളുണ്ടോ ഇല്ലേ എന്നൊക്കെ നമുക്ക് അതിൽ മനസ്സിലാക്കാൻ കഴിയും. ചെറിയ പ്രായത്തിൽ തന്നെ സമൂഹത്തിന് ഉപകാരപ്രദമാവുന്ന ഇത്തരമൊരു കണ്ടുപിടുത്തം നടത്തിയ വിദ്യാർത്ഥികളെ മുക്കം ഫയർ ഓഫീസർ ഇ.കെ. അബ്ദുൽ സലീമും അഭിനന്ദിച്ചു. വരുംകാലങ്ങളിൽ അഗ്നിരക്ഷാസേനയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിൽ ഉപകരിക്കുന്ന സാങ്കേതിക വിദ്യകളാണ് ഇതിലുള്ളതെന്നും ബിൽഡിംഗ് അപകടങ്ങളിലടക്കം ഇത് ഏറെ ഫലപ്രദമാവുമെന്നും അദ്ദേഹം പറഞ്ഞു. സാധാരണ രീതിയിൽ നമ്മളുടെ റെസ്ക്യൂ ഫീൽഡിൽ നമ്മൾ നേരിടുന്ന പല പ്രതിസന്ധികൾക്കും പരിഹാരമായിട്ട് അവരുടെ ചിന്തയിൽ വന്ന ഒരു ഉൽപ്പന്നമായിട്ടാണ് മനസ്സിലാകുന്നത്. അപ്പം നമ്മൾ നേരിട്ടപ്പം പിന്നെ ബിൽഡിംഗ് കൊളാപ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് അകപ്പെട്ട ആളെ രക്ഷപ്പെടുത്താനുണ്ടാകുന്ന നമ്മൾ നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഉപകരണങ്ങളാണ് ഘടിപ്പിച്ചിരിക്കുക. അതേപോലെ തെർമൽ ക്യാമറ ഉണ്ട്. അപ്പം അവർ ഹീറ്റ് ഡിറ്റക്ടറുകളുണ്ട്. അപ്പം ഗ്യാസ് ഡിറ്റക്ടറുകളുണ്ട്. ഇതൊക്കെ നമ്മൾക്ക് അപകടം വരുന്ന, അതായത് ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ അവിടേക്ക് പ്രവേശിക്കുന്ന ആളുകൾ അപകടത്തിൽപ്പെടും. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ഒരു പിന്നെ റോബോട്ട് അത് അവിടെ പിന്നെ നമ്മൾ ക്യാമറ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കൂടുതൽ കാര്യക്ഷമമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. ഞങ്ങൾ നേരിടുന്ന ഒരുപാട് പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള ചിന്ത ഇവരെ മനസ്സിലായിട്ട് അത് തന്നെ സന്തോഷമുണ്ട്. കാരണം നമ്മളെ ഏരിയയിലൊക്കെ ഈ പ്രായത്തിലുള്ള കുട്ടികൾ ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളത് തന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു നേട്ടമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. നാളെയുടെ വാഗ്ദാനങ്ങളായി കുഞ്ഞു ശാസ്ത്രജ്ഞന്മാരുടെ കഴിവ് വലിയൊരു സുരക്ഷാ വിപ്ലവത്തിന് കൂടിയാണ് വഴി തുറക്കുന്നത്. കൂടുതൽ അപ്ഡേഷനുകളോടെ ഈ റോവർ ഭാവിയിൽ ദുരന്തമുഖങ്ങളിൽ ജീവൻ കാക്കാൻ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഈ വിദ്യാർത്ഥികളും അധ്യാപകരും. CTV പ്രാദേശിക വാർത്ത മുക്കം.